ശ്രീമദ് ഭാഗവതം ക്ലാസ് 310 11ാമത്തെ സ്കന്ധത്തിലെ 18ാമത്തെ അധ്യായമായിട്ട് വാനപ്രസ്ഥധർമ്മവും സന്യാസധർമ്മവും. കഴിഞ്ഞതിൽ കൃഷ്ണൻ ഉപദേശിച്ചത് ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവുമാണ്. ഇനി വാനപ്രസ്ഥം, സന്യാസം, ഇതാണ് സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവർക്ക് നിർദ്ദേശിക്കുന്ന വഴി. നമ്മൾ ആത്മീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സനാതനധർമ്മങ്ങൾ പിന്തുടരുക എന്ന് പറയുമ്പോൾ ഈ വഴിയിൽ തന്നെ പോകണം. ഇത് ഏതെങ്കിലും ആൾക്കാർക്കുള്ളതല്ല. ആത്മീയത സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് അവർ എല്ലാവർക്കും ബാധകമാണ്. അപ്പം നമുക്കെന്താണ്, വാനപ്രസ്ഥക്കാരും സന്യാസികക്കാരും സന്യാസം സ്വീകരിക്കുന്നവരും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം കൃഷ്ണൻ തന്നെയാണ് ഇവിടെ പറയുന്നത്, വാനപ്രസ്ഥം സ്വീകരിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഭാര്യയെ പുത്രന്മാരായി ഏൽപ്പിക്കണം. മക്കൾ വലുതായി സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ വാനപ്രസ്ഥം തുടങ്ങുന്നത്. അപ്പം ഭാര്യയെ മക്കളെ ഏൽപ്പിക്കുക. എന്നിട്ട് 75 വയസ്സ് വരെ വനത്തിൽ താമസിക്കണം. നമുക്ക് 75 വയസ്സാകുന്നത് വരെ വനത്തിൽ താമസിക്കണം. 75 കഴിയുമ്പോഴാണ് സന്യാസം. അപ്പോൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ല. 2 പറയുന്നു, കാട്ടിലുണ്ടായ ശുദ്ധമായ കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ, മൂലാവ് ഉപയോഗിക്കാം. ഇവിടെ ശുദ്ധമായിട്ടുള്ള ഫ്രഷായിട്ടുള്ള കിഴങ്ങുകൾ കിട്ടും, പഴങ്ങളെല്ലാം കിട്ടും. കാട്ടിൽ പഴങ്ങൾ ഭക്ഷിക്കുന്ന എത്ര പക്ഷികളെല്ലാം ഉണ്ട്. അപ്പം അവരെല്ലാം ജീവിക്കുന്ന എന്തുണ്ടാണ്, പഴങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ പിന്നെ ആരും വന്നിട്ട് ഇത് എൻ്റെ സ്ഥലമാണ് നിൻ്റെ സ്ഥലമാണെന്നൊന്നും പറയില്ല. മൃഗങ്ങളൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ സ്ഥലത്തുള്ള പഴമാണ്, നീ പറിച്ചത് തോന്നാം. ആരും മൃഗങ്ങളൊന്നും അത് ചെയ്യില്ല. അതുകൊണ്ടാണ് കാട്ടിൽ പോകാൻ പറയുന്നത്. നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. ഇപ്പം കിഴങ്ങ് കിട്ടും, പഴങ്ങൾ കിട്ടും, മരവുരി, പുല്ല്, ഇല, ഇവകളാലുള്ള വസ്ത്രം ധരിക്കണം. മരവുരി കിട്ടും, അല്ലെങ്കിൽ പുല്ലെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. പിന്നെ ഇല വെച്ചിട്ട് മറക്കിയാൽ മതി. ഇതെല്ലാം യഥേഷ്ടം അവിടെ ഉണ്ടാവും. ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ പോക്കങ്ങ് പോയാൽ മതി. ഇവയാണ് വസ്ത്രമായിട്ട് ഉപയോഗിക്കേണ്ടത്. 3 തലമുടി, ശരീരത്തിലെ രോമം, നഖം, മീശ, ഇവരൊന്നും മുറിക്കാൻ പാടില്ല. പിന്നെ മറ്റേ ത്വക്കിലുള്ളതും ഇങ്ങനത്തെ ഒന്നും മുറിച്ചുകൂടാ. കക്ഷത്തിലുള്ളതൊന്നും മുറിച്ചുകൂടാ. പല്ല് തേക്കരുത്. പല്ല് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. തറയിൽ കിടക്കാനേ പാടുള്ളൂ. ഇവിടുന്ന് തുണിയൊന്നും വലിച്ചു കെട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. തറയിൽ കിടക്കാം. 3 നേരം മുങ്ങി കുളിക്കാം. അവിടെ അരുവികളുണ്ടാവും, വളരെ സുഖം. പിന്നെ 4, വേനൽക്കാലത്ത് മുകളിലെ സൂര്യനായിരിക്കണം. വനത്തിലെ സൂര്യൻ ഉണ്ടോയെന്ന് വെച്ചാൽ അതിനുള്ള പറ്റിയ സ്ഥലം ഉണ്ടാവും. മുകളിലെ സൂര്യനായാൽ മതി. എന്നിട്ട് 4 വശത്തും തീയിടണം. മുകളിലെ സൂര്യൻ്റെ ചൂട്, 4 വശത്തും തീയിടണം. എന്നിട്ട് അതിൻ്റെ നടുവിൽ നിൽക്കണം. എന്നിട്ട് അഗ്നിയെ വെച്ച് കത്തിച്ച് ദേഹത്തെ തപിപ്പിക്കണം. ഇതെന്തടാ ഇത് എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അതിൽ കുറച്ച് സയൻസ് ഉണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്ക് ഉഷ്ണം തോന്നുന്നത് അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി കൊണ്ടാണ്, നനവ് കൊണ്ടാണ്.
അധിക സമയം നമുക്ക് ഈ ചൂട് തോന്നാൻ കാരണം വേനൽക്കാലത്ത് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചൂടുള്ള തന്നെയാണ് വേനൽക്കാലമായിട്ട് എടുക്കുന്നത്. അപ്പം അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടായാൽ നമ്മൾ വേർപ്പ് ബാഷ്പീകരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റും തീയിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള വായുവിലുള്ള ഹ്യൂമിഡിറ്റി എല്ലാം അങ്ങ് പോകും, വെള്ളത്തിൻ്റെ നനവെല്ലാം അങ്ങ് പോകുമല്ലോ. വെള്ളത്തിൽ ചൂടാക്കുമ്പോൾ അതങ്ങ് ബാഷ്പീകരിച്ചു പോകും. അപ്പം ചുറ്റുമുള്ള എയർ എന്തായിരിക്കും? നമ്മളെ മൂട്ടിന് ചുറ്റും ഇവിടെ ചുറ്റുകൊണ്ടിട്ട് കത്തിക്കാനല്ല പറഞ്ഞത്, ചുറ്റും കത്തിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പം ചുറ്റും കത്തിക്കുമ്പോൾ വായു ചൂടാവും, അതിൽ ഹ്യൂമിഡിറ്റി കുറയും. അപ്പം നമ്മളെ ശരീരത്തിൽ നിന്ന് ഉഷ്ണകാലത്ത് നല്ലോണം വ്യാക്കുകയും ചെയ്യും. അപ്പം നമുക്ക് തണുപ്പ് പോകും. അതായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം കുറച്ച് സയൻസ് ഉണ്ട്. മഴക്കാലത്ത് മഴയിൽ നിന്നുകൊണ്ട് അതിനെ സഹിക്കണം. മഴക്കാലത്ത് ഇപ്പോൾ ഉഷ്ണേന ശാന്തത എന്ന് പറയുന്ന മാതിരി പരിപാടിയാണ്. മഴക്കാലത്ത് മഴയിൽ നിൽക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കുളിക്കുമ്പോൾ ആദ്യത്തെ വെള്ളം വീഴുമ്പോഴാണ് ഒരു വല്ലാത്ത അസ്വസ്ഥത. ഫസ്റ്റ് ബക്കറ്റ് വെള്ളം ഒഴിക്കും, തണുത്ത വെള്ളം, ഒരു കുളിരെല്ലാം തോന്നും. രണ്ടാമത്തേന് അത്രയും ഉണ്ടാവില്ല. മൂന്നാമത്തെ ആകുമ്പോൾ പിന്നെ നല്ല സുഖമാണ്, എത്ര വെള്ളം ഒഴിച്ചാലും പിന്നെ പ്രശ്നമില്ല. അപ്പോൾ മഴയത്ത് നിൽക്കുമ്പോഴേ പ്രശ്നമുള്ളൂ, അത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പാർവതിയോടും ശിവൻ കുളിക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെ കുളി ശരിയാകുന്നില്ല, ഒരിക്കൽ കുളിച്ചു വന്നാൽ പോരാ, ഇന്നും പോയി കുളിക്കുന്നു. ഇങ്ങനെ കുറേ പ്രാവശ്യം കുളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം കണ്ടമാനം ഒഴിക്കണം. ഏതുവരെ? നമുക്കത് സുഖമായി തോന്നുന്നവരെ. അതുകൊണ്ടാണ് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ആദ്യം ഒരു എന്തോ മാതിരി തോന്നും, പക്ഷെ പിന്നെ അവർക്ക് രസമാണ്. അപ്പം മഴക്കാലത്ത് മഴവെള്ളത്തിൽ നിൽക്കുക. മഞ്ഞുകാലത്ത് ജലത്ത് കഴുത്ത് വരെ മുങ്ങി നിൽക്കുക. എന്തുകൊണ്ടായിരിക്കാം? മഞ്ഞ് എന്ന് പറഞ്ഞാൽ തണുപ്പാണ്, പക്ഷെ ജലത്തിൻ്റെ അകത്തൊരു പ്രത്യേക ചൂട് എപ്പോഴും ഉണ്ട്. അപ്പം ജലത്തിൽ മുങ്ങി വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള മഞ്ഞ് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അപ്പം നല്ല എയർ കണ്ടീഷൻ പോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് ചിലവില്ലാതെ നമ്മളെ വീട്ടിലാണെങ്കിൽ മഞ്ഞടി ചൂടാക്കണം, ചൂടിന് തണുപ്പിക്കണം, എന്തെല്ലാം പാടുണ്ട്. ഇതൊന്നുമില്ല, സുഖമായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം മഞ്ഞുകാലത്ത് ജലത്തിൽ കഴുത്ത് വരെ മുങ്ങിയിട്ട് നിൽക്കുക. 5. അഗ്നിയിൽ പാകം ചെയ്തതോ യഥാകാലം പഴുത്തതോ ആയത് ഭക്ഷിക്കണം. വേണമെങ്കിൽ അഗ്നിയിലൊന്ന് ചുട്ടെടുക്കാം. കിഴങ്ങെല്ലാം പിന്നെ അതേപോലെ തിന്നു എന്നാണ് ശരി. അതുകൊണ്ട് ഒന്ന് ചുട്ടെടുക്കാം. ഗൃഹസ്ഥാശ്രമിയല്ലേ, സന്യാസത്തിലേക്ക് പോകുമ്പോൾ ഈ ചൂടൊന്നും തീ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇതിലതല്ല, വീട്ടിൽ നിന്ന് വന്നെയാണല്ലോ, ഒന്ന് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ശരിക്കും പഴുത്ത പഴങ്ങൾ കിട്ടി അതെടുത്ത് കഴിക്കാം, ഫ്രഷ്. അവിടെ ആരും മരുന്നൊന്നും അടിക്കില്ല, നല്ല ഫ്രഷായിരിക്കും. ഉരലിലോ അമ്മിയിലോ അരച്ച് ഉണ്ണാം. വേണമെങ്കിൽ ഒന്ന് അമ്മിയിലോ മറ്റോ ഇടിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ, വെള്ളം മരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ദഹിപ്പിക്കാൻ വലിയ പാടൊന്നും വേണ്ട. അല്ലെങ്കിൽ ശരീരം ക്ഷീണിച്ച് കിടക്കുകയാണ്. ക്ഷീണിക്കുമ്പോൾ നമ്മൾ എന്താണ് കഴിക്കുക? കഞ്ഞിയാണ് കഴിക്കുക. എല്ലാ തരം ചിക്കനെല്ലാം കടിച്ച് വലിക്കുമ്പോഴും പനി പിടിച്ചാൽ ക്ഷീണിക്കുമ്പോൾ കഞ്ഞിയാണ് കഴിക്കുക. അതുപോലെ തന്നെയാണ് ഇടിച്ച് നീരെല്ലാം എടുത്തിട്ട് കഴിച്ചോളൂ, കാരണം ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. പല്ലിനാ ചവച്ചും കഴിക്കാം. നല്ലവണ്ണം പല്ലുകൊണ്ട് ചവച്ച് നീരാക്കിയിട്ട് വിടുക. ശരീരത്തിന് അധികം ചിലപ്പൊന്നുമില്ല ദഹിപ്പിക്കാനുള്ളത്. അല്ലാതെ കട്ടിയുള്ളതെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ്റിൽ കിടന്നിട്ട് ദഹിക്കാതെ വരും, കാരണം ശരീരത്തിൽ ശക്തി പോവുകയാണ്.
അതുകൊണ്ട് നല്ലവണ്ണം ചവച്ചിട്ട് തന്നെ അങ്ങോട്ട് ഇറക്കണം. ദേശകാലത്തിനനുസരിച്ച് തനിക്ക് ഉപജീവനത്തിന് വേണ്ടത് താൻ തന്നെ സമ്പാദിക്കണം. ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും തനിക്ക് വേണ്ടത് കാട്ടിൽ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് മെനക്കെട്ടിട്ട് കഴിക്കണം. ആരെങ്കിലും കൊണ്ടുതരാൻ കൂട്ടൊന്നുമില്ല, കൂട്ടുപാടില്ല. സമ്പാദിച്ചതിനെ കഴിക്കരുത്. കുറേ അധികം കിട്ടി എന്നാൽ പിന്നെ ഇത് ഇരിക്കട്ടെ, നാളെ നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നാളെ കഴിക്കാമെന്ന് വെച്ച് വെക്കരുത്. അന്നേരത്തേക്കുള്ളത് മാത്രം സമ്പാദിച്ച് കഴിക്കുക. പിന്നെ അത് സമ്പാദ്യമായി ബാക്കി വെക്കരുത്. സമ്പാദിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇനി 7, കാട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് അതാത് കാലത്തിൽ ലഭ്യമായത് വെച്ച് വെളുത്ത വാവിനാളെ എന്നെ യജിക്കാം. അപ്പം ഈശ്വരനെ എന്തെങ്കിലും അർപ്പിക്കുക എന്ന തരത്തിലുള്ള യജിക്കുന്നത് വെളുത്ത വാവിനാളിൽ ചെയ്യാം. പശുവിനെ കൊണ്ട് പൂജിക്കുന്നതൊന്നും പശു വെച്ചിട്ടുള്ള പരിപാടിയൊന്നും പാടില്ല. അവിടെ കിട്ടുന്ന വസ്തു എല്ലാവരും ഇവിടുന്ന് ഈശ്വരനെ യജിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും പശുവിൻ്റെ അതിലൊന്നും പശുവിൻ്റെ പാലും തൈര് മറ്റേ വെണ്ണയൊന്നും നെയ്യൊന്നും കൊണ്ട് പോകരുത്. പശുവിൻ്റെ ഒന്നും കൊണ്ടുപോകരുത്, ഒന്നും കൊണ്ടുപോകരുത്. തെങ്ങിൻ നെയ്യ് ഇങ്ങനത്തെ ഒന്നും കൊണ്ടുപോകരുത്. അവിടെ കാട്ടിൽ കിട്ടും എന്തെങ്കിലും യജിക്കണ്ടിക്കൽ, എന്നെ ആരാധിക്കണ്ടിക്കൽ കാട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ട് ചെയ്താൽ മതി. 8, അഗ്നിഹോത്രം, 10-ാം നാൾ, പൂർണ്ണമാസം, ചതുർമാസം ഇങ്ങനെ വേണമെങ്കിൽ അന്ന് എന്നെ പൂജിക്കാം. അന്ന് വേണ്ടിക്കിൽ ഈ സമയങ്ങളിൽ എല്ലാ ദിവസമൊന്നും വേണ്ട. എല്ലാ ദിവസവും എന്നെ ഭക്തി എന്നിലുണ്ടാകും, എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ പൂജ ഇത്യാദികളൊന്നും വേണ്ട. 9, ഇപ്രകാരമുള്ള തപസ്സിനാൽ വാനപ്രസ്ഥക്കാരൻ്റെ ധമനികൾ ചുരുങ്ങി. അപ്പം ഈ രക്തോട്ടം ഓടുന്ന കുഴലുകളെല്ലാം എന്താവും, ശുഷ്കിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അതെല്ലാം അടഞ്ഞും പോകും, പൊട്ടിപ്പോവും, അടഞ്ഞു പോകും. കാരണം കാര്യമായ ഭക്ഷണമൊന്നുമില്ല, ഈ കിട്ടുന്നതല്ലേ. തമോമയനായിട്ട് എന്നെ ആരാധിച്ച് ഋഷി ലോകത്തിൽ നിന്നും എന്നോട് വന്നു ചേരുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ക്രമത്തിൽ വന്നു ചേരാൻ പറ്റും. അതായത് ബ്രഹ്മസാക്ഷാത്കാരം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പറ്റും. ഇനി 10, മോക്ഷം നൽകുന്ന ഈ മഹാതപസ്സിനെ വിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മോക്ഷം പ്രാപിക്കും. പക്ഷെ ഇതിനെ വിട്ടിട്ട് തുച്ഛമായ ഫലം നൽകുന്ന വേറെ എന്തെങ്കിലും വല്ലവരും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ മൂഢനാണെന്ന് പറയുക. അല്ലാതെ വീട്ടിൽ തന്നെ സനാതന ധർമ്മവും പറഞ്ഞ് ആത്മീയവും പറഞ്ഞ് വീട്ടുകാരെ അങ്ങനെ ചടഞ്ഞു കൂടുന്നവൻ മൂഢനാണ്. 11, ഈ വാനപ്രസ്ഥക്കാരൻ അങ്ങനെ വാനപ്രസ്ഥത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ വാർദ്ധക്യം കൊണ്ട് ദേഹം വിറച്ച്, വാർദ്ധക്യം വന്നിട്ട് ദേഹം വിറക്കാൻ തുടങ്ങും, എണീച്ചടക്കാനൊന്നും പറ്റില്ല. നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അശക്തനാകുമ്പോൾ എനിക്കൊന്നും ആകെയുള്ള നിയമം എന്താണ്, അതേ ഉള്ളൂ. അതും പോലും അതായത് നടന്നിട്ട് ഭക്ഷണം എടുക്കണം എന്നുള്ള അവസ്ഥ. വിറക്കുന്നവന് പിന്നെ ഭക്ഷണം ശേഖരിക്കാൻ പറ്റില്ല. അതെല്ലാം അവൻ്റെ ആകെയുള്ള ജോലി.
അശക്തനാകുമ്പോൾ ത്രേതാഗ്നികളെ തന്നിൽ തന്നെ സമാരോപണം ചെയ്ത്, ത്രേതാഗ്നികളെ 3 തരം അഗ്നികളാണുള്ളത്, ആ അഗ്നികളെ നമ്മിൽ തന്നെ അർപ്പിക്കുക. ഒരഗ്നി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഊർജം എവിടുന്നാണ് കിട്ടുന്നത്? ഭക്ഷണത്തിൽ നിന്ന്. അതാണ് ഒരഗ്നി. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അഗ്നി ഇങ്ങനെ കത്തുന്ന മാതിരിയാണ്, അല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അഗ്നിയെല്ലാം ഈ ഭക്ഷണത്തിന്, അന്നത്തിൽ നിന്നാണ്. അന്നരൂപമായ ഊർജം. പിന്നെ നമ്മൾ ഈ കത്തിക്കുന്ന തീമാരിയുള്ള ഊർജം. പിന്നെ അല്ലാതെ കുറേ ആകർഷണ ബലങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട്. ആകർഷണ ബലങ്ങളും ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക് ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ, ബാഹ്യമായ അങ്ങനെയുള്ള ഊർജം. അങ്ങനെ ഊർജത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതാണ് ത്രേതാഗ്നി. അത് നമ്മിലേക്ക് ആവാഹിക്കുകയാണ്. അപ്പം നമ്മളെ ഉള്ളിലെ അഗ്നിക്ക് വേണ്ട ഭക്ഷണം കുറച്ചുണ്ട്. അത് ഉള്ളിലും പുറത്തുനിന്നുള്ള എല്ലാം കൂടിയിട്ട് വിറയൽ വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറ്റും? അഗ്നിപ്രവേശനം, മനസ്സിനെ അർപ്പിച്ച്, എന്നിൽ അർപ്പിച്ച്, മനസ്സിനെ അർപ്പിച്ച് അഗ്നിപ്രവേശനം ചെയ്യുക. ഈ അഗ്നി തന്നെയാണ് നമ്മളെ ദഹിപ്പിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിത്തരുന്നത്. അഗ്നിപ്രവേശം ചെയ്യാന്ന് പറഞ്ഞാൽ തീയിട്ടിട്ട് തീയിൽ കയറി ഇരിക്കണം എന്നെല്ലാം തോന്നിപ്പോകും. ഇത് ശരീരം വന്ന് ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ വരുമ്പോൾ ഈ നമ്മളെ അഗ്നിയിലുള്ള അകത്തുള്ളതും പുറത്തുള്ളതും ഗ്രഹങ്ങളുടെ ബലവും എല്ലാം കൂടി ചേർന്ന അഗ്നിയിൽ നമ്മൾ ശരീരം ഇല്ലാതായി മരിക്കില്ല. നമ്മളെ ആത്മാവ് ബ്രഹ്മത്തിൽ ലയിക്കും. അപ്പം മരിക്കാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഈ വിറയൽ, ശരീരം വിറച്ച് ഒരുമാതിരി മരണത്തോട്, മരണമല്ല, ആത്മാവ് ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അത് സന്യാസം വരെയുള്ള അവസ്ഥയാണ്. എന്നിട്ട് നരകതുല്യമായ കർമ്മഫലങ്ങളും സ്വർഗം പോലെയുള്ളവയിലും വൈരാഗ്യം വന്നാൽ അപ്പോൾ അവന് വൈരാഗ്യം വരും. അപ്പോൾ അഗ്നിയെ ത്യജിച്ചിട്ട് സന്യാസം സ്വീകരിക്കാം. എന്നിട്ടും മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? സന്യാസം. വൈരാഗ്യം വന്നാൽ നമുക്ക് സന്യാസം സ്വീകരിക്കാം. ഇപ്പം ഇനിയിപ്പം സന്യാസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ പ്രാപ്തി നേടി എന്ന് പറയുന്നത് വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് പോകുന്നവനാണ്. അവനങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സന്യാസത്തിൽ. പക്ഷേ അല്ലാതെ തന്നെ ബ്രഹ്മചര്യത്തിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സന്യാസിയാകാം. ഗൃഹസ്ഥാശ്രമം ഒഴിവാക്കിയിട്ട് സന്യാസിയാകാം. കുടുംബം നയിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ വിരക്തി വന്നിട്ട് സന്യാസിയാകാം. അപ്പോൾ ഇനി സന്യാസിയാകുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഏതാക്കി ഇപ്പം നമുക്കും വേണ്ടിയിട്ട് സന്യാസിയാകാം. ഇപ്പം നമ്മളാകുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. 8 വിധ ശ്രാദ്ധങ്ങൾ ചെയ്ത് സകല സ്വത്തുക്കളും ഋത്വിക്കുകൾക്ക് ദാനം ചെയ്ത് അഗ്നിയെ തൻ്റെ ആത്മാവിൽ സമാരോപണം ചെയ്ത് സന്യാസം സ്വീകരിക്കാം. 8 വിധ ശ്രാദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടവർക്കെല്ലാം പല തലമുറകൾക്കുള്ളതും ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്തിരിക്കുന്നു. പല തലമുറകളിലൂടെ കൊണ്ടുവന്ന ജനിതക ഘടനയാണ് എന്നിലുള്ളത്. ഞാനിനി എൻ്റെ കർമ്മങ്ങളെല്ലാം മക്കൾക്കെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജനിതക ഘടനയെല്ലാം ഞാൻ മക്കൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിതായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ശ്രാദ്ധം ചെയ്ത് സകല സ്വത്തുവകകളും ഉപേക്ഷിച്ചു. ഇത് വാനപ്രസ്ഥക്കാരന് ബാധകമല്ല. വാനപ്രസ്ഥക്കാരൻ മുമ്പേ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടു. ഇത് നമ്മൾ പോവുകയാണെങ്കിൽ, അതിനെക്കാട്ടി മുമ്പിൽ പോവുകയാണെങ്കിൽ
ഋത്വിക്കുകൾക്ക് ദാനം ചെയ്ത് അഗ്നിയെ തൻ്റെ ആത്മാവിൽ സമാരോപണം ചെയ്യണം. പിന്നെ അഗ്നിപ്പരിപാടി പാടില്ല. അഗ്നിയെ നമ്മൾ ആത്മാവിൽ സമാരോപണം ചെയ്ത് സന്യാസം സ്വീകരിക്കാം. 14 സന്യാസം സ്വീകരിക്കുന്ന ബ്രാഹ്മണന്, സന്യാസിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. സന്യാസം സ്വീകരിക്കുന്ന ബ്രാഹ്മണന്, സന്യാസം ആർക്ക് സ്വീകരിക്കാം? ആർക്കും സ്വീകരിക്കാം. ചണ്ടാളനും സന്യാസം സ്വീകരിക്കാം. സന്യാസിയാവുമ്പോൾ ബ്രാഹ്മണാവസ്ഥയിലേക്ക് എത്തും, ബ്രഹ്മത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ബ്രഹ്മത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ദേവന്മാർ ഇവൻ നമ്മെ കടന്ന് പരബ്രഹ്മത്തെ പ്രാപിക്കുമെന്ന ചിന്തയാൽ അവൻ ദേവന്മാർക്ക് ഇന്ദ്രനല്ല അവിടെ ഭയങ്കര ഹാലടക്കം വരും. കാരണം ഇവൻ തപസ്വിയാണ്, അല്ല ഇവൻ സന്യാസിയാകാൻ പോവുകയാണ്, ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. ദേവന്മാരെയും കടന്നിട്ട് ബ്രഹ്മത്തെ പോയി ലയിക്കാൻ പോവുകയാണ്. അപ്പം ഇന്ദ്രനൊന്നും സഹിക്കില്ല നമ്മൾ സന്യസിക്കാൻ പോകുന്നത്. അപ്പം ദേവന്മാരെല്ലാം നമുക്ക് പാര വെക്കും. ദേവന്മാരെങ്ങനെയാണ് സാധാരണ പാര വെക്കുക? രംഭ, തിലോത്തമ ഇവരെയെല്ലാം അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രംഭ, തിലോത്തമക്കാർ വേണ്ട, വേറെ കക്ഷികളുണ്ട്. ആര്? അവര് ഭാര്യ മക്കൾ എന്ന രൂപത്തിൽ തടസ്സമുണ്ടാക്കുന്നു. അപ്പം അവർ ഭാര്യ മക്കൾ എന്ന ചിന്ത വെച്ചിട്ട് നമ്മളെ വാൽമീകി ഋഷികളെല്ലാം തപസ് മുടക്കാൻ വേണ്ടിയിട്ട് രംഭ, തിലോത്തമനെ അയക്കുന്ന പോലെ നമ്മൾ ഈ ഇന്ദ്രനെയെല്ലാം മറികടന്നിട്ട് ബ്രഹ്മത്തിൽ പോയി ജയിക്കുന്ന, പരമാത്മാവിൽ പോയി ലഭിക്കുന്നതിന് അവർക്ക് അസൂയുണ്ടായിട്ട് അവരെയും ഭാര്യ മക്കളെയെല്ലാം രൂപത്തിൽ വന്നിട്ടാണ് നമുക്ക് തടസ്സമുണ്ടാക്കുന്നത്. ഇന്ദ്രൻ്റെ വേലയാണ്, ദേവന്മാരുടെ അസൂയ. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടട്ടെ. അതുകൊണ്ട് ഭാര്യ മക്കളെ ആദ്യം കളയുക. സനാതനധർമ്മം, ആത്മീയവാദികൾ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ അതിന് മുമ്പിലും തുടങ്ങണം. വേണമെങ്കിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇറങ്ങിയിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം ബന്ധുക്കളെയെല്ലാം എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് 15 സന്യാസി കൗബീനമല്ലാതെ കൗബീനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൗബീനെല്ലാം മറ്റ് വസ്ത്രങ്ങളെ ഉള്ളതൊന്നും തുന്നാൻ സമയമൊന്നും ഇല്ലെങ്കിൽ അതിന് കുറച്ച് സ്റ്റിച്ചിങ് എല്ലാം ഉണ്ട്. അതിൻ്റെ വക്കെല്ലാം ചിലപ്പോൾ അടിക്കേണ്ടി, അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രമാണ് പഴയ എന്തെങ്കിലും വസ്ത്രം ഉണ്ടെങ്കിൽ ധരിക്കുന്നുണ്ടെങ്കിൽ ഗുഹ്യത്തെ മാത്രമേ മറക്കാൻ പാടുള്ളൂ. കുറേ അങ്ങോട്ട് എത്തുമ്പോൾ എല്ലാം എടുത്ത് ഉരിഞ്ഞ് കളയും. കാരണം ഇത് ഇറങ്ങിപ്പോകുമ്പോൾ, ഇപ്പം ഞാൻ ഇറങ്ങുമ്പോൾ എല്ലാം ഊരിയിട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ആദ്യം ഒരു കൺസിഡറേഷൻ, ട്രെയിനിക്ക് ഇന്ന് യൂണിഫോം ആവാം. ഇതെല്ലാം കണ്ടിട്ടാണ് ചിലവരെന്ത് കാട്ടിക്കൂട്ടുന്നത്? ഉടുതുണി അടിച്ച് നടക്കുകയാണ്. ഇതിലിങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കും. എന്നിട്ട് പറയും ഞാൻ മറ്റേ വലിയ സന്യാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഘോരികളോ എന്തോന്നെല്ലാം പറയും. ഈ മേളയിൽ കാണാം ഉടുക്കാതെ നടക്കും, ജനങ്ങളെ പറ്റിക്കാൻ. ഉടുക്കാതെ നടക്കുന്ന എന്താണ്? വിരക്തി വന്നിട്ടങ്ങ് പോകുന്നതാണ്, പിന്നെ കൂട്ടൊന്നുമില്ല. ഇതിവർ അതും പിടിച്ചുകൊണ്ട് ഉടുക്കാതെ നടക്കുക എന്ന് പറഞ്ഞാൽ സന്യാസിയെ. അപ്പം ഏതവനും ഉടുക്കാതെ നടത്തുക കഴിഞ്ഞാൽ സന്യാസിയൊക്കെ എത്ര സുഖമാണ്. എന്നിട്ട് വേറൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഭ്രാന്തനെ പോലെ നടക്കണം. അത് ഭ്രാന്തന്മാരെ കളിയും കളിക്കും. ഒറ്റയ്ക്കേ പോകാൻ എന്തിനാ ഭ്രാന്തനായിട്ട് നടക്കുന്ന? കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതെ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഭ്രാന്തനെന്ന് തോന്നും, അത്രയേ ഉള്ളൂ. അത് പിടിച്ചുകൊണ്ട് ഉടുതുണിയും വലിച്ചു കളഞ്ഞ് ഭ്രാന്തന്മാരെ പോലെ ആൾക്കാരെ ഉപദ്രവിക്കുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കര ദേവന്മാരാണ് ഇവന്മാരെല്ലാം. ഇങ്ങനെ മണ്ടന്മാരായ കുറേ മനുഷ്യർ വേദങ്ങളെ എല്ലാം എടുത്ത് ദുരുപയോഗിക്കുക.
എന്നിട്ട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ വഴി ഭ്രാന്ത് അഭിനയിക്കുന്ന ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഭ്രാന്ത് അഭിനയിച്ചോണമെന്ന്. എന്തിന്? ആൾക്കാരൊന്നും നമ്മളെടുത്ത് വരാതിരിക്കാൻ വേണ്ടി. ഇത് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടും കൂടിയിട്ടാണ് ഉടുതുണി ഉരിച്ചിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നത്, ഭ്രാന്തന്മാരായിട്ട് അഭിനയിക്കുന്നത്, കൂട്ടുകൂടിയിട്ട്. അതും ആരെ? നമ്മളെ നേരെയാണ് അഭിനയിക്കുന്നത്. ഇത് വിരക്തി വന്നിട്ട് ഇട്ടെറിഞ്ഞു പോവുകയാണ്. നമ്മളെ ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ പോണ്ടേനെ വ്യാഖ്യാനിച്ചിട്ട് എന്തെല്ലോ ആക്കുന്ന ജനവും എന്തോ ദിവ്യന്മാരാണെന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ? ദണ്ഡം, കമണ്ടലു എന്നിവയല്ലാതെ മറ്റൊന്നിനെയും അപകട സമയത്തല്ലാതെ സ്വീകരിക്കുക. അപ്പോൾ ഒരു വടിയും വേണം. അപ്പം ഇവരും വടി ഉപയോഗിച്ചിട്ട് ഈ വടി വെച്ചിട്ട് എന്തെല്ലോ കാണും. അത് ശൂലം മാതിരിയുള്ള ശിവന്റെ ശൂലെടുത്ത് കുത്തിവിറ്റാണ് നടക്കുക. മറ്റൊന്നും പാടില്ല എന്ന് കണ്ട്. പക്ഷെ കഴുത്തിൽ വെടിക്കൽ അത് പിടിച്ചിടും. സർപ്പത്തെ തന്നെ വെടിക്ക് കഴുത്തിൽ ചുറ്റിയിടും. ശിവന്റെ മാതിരി ഞാനിതാ മറ്റേത്. കണ്ണുകൾ കൊണ്ട് നോക്കി പരിശുദ്ധമായിടത്ത് കാൽ വെക്കണം. കാരണം വടി എന്തിനാന്ന് വെച്ചാൽ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു താങ്ങ്. പരിശുദ്ധമായ കാല് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെച്ചോണം, വീണ് പോകരുത്. ബലമില്ലാതെയാണ് പോകാൻ പോകുന്നത്. വസ്ത്രം കൊണ്ട് ജലം അരിച്ചു കുടിക്കണം. കുളത്ത് നല്ല വെള്ളം എടുത്തിട്ട് വസ്ത്രം എടുത്തിട്ട് അരിച്ചിട്ട് കുടിച്ചാൽ മതി, പിഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി വെള്ളം. സത്യമേ പറയാവൂ. നിഷ്കളങ്കമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അനുഷ്ഠിക്കണം. 17 മൗനം, കാമ്യകർമ്മങ്ങളെ ത്യജിക്കുക, പ്രാണായാമം ചെയ്യുക. ഇവയാൽ വാക്ക്, ദേഹം, മനസ്സ് ഇവയെ ഉറപ്പിച്ചു നിർത്താം. മൗനത്തിലൂടെയും കാമ്യവസ്തു കർമ്മങ്ങളെ ത്യജിച്ചും ബ്രീത്തിങ് എക്സസൈസിലൂടെയും വാക്കിനെയും ദേഹത്തെയും മനസ്സിനെയും ഉറപ്പിച്ചു നിർത്താം. അതില്ലാത്തവൻ കയ്യിൽ ദണ്ഡുമായി നടക്കുന്നേ ഉള്ളൂ. അല്ലാത്തവർ കയ്യും ദണ്ഡുമായിട്ട് ഇങ്ങനെ നടക്കും, മനസ്സിനെ ഉറപ്പിക്കില്ല. ഇവിടെ പറയുന്നതാണ് മൗനിയായിരിക്കണം, കാമ്യകർമ്മങ്ങളെ എല്ലാം ത്യജിക്കണം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് നടക്കണം. അല്ലാതെ നടക്കുന്നവൻ ഈ ദണ്ഡുമായിട്ട് എന്തോ വില്ലൻ്റെ മാതിരി ഞാനങ്ങ് മറ്റേതാണ്, സന്യാസീൻ്റെ മൂർത്തിയാണ്, പ്രേതത്തിൻ്റെയും പിശാചിൻ്റെയും എല്ലാം മാതിരി ഭ്രാന്തൻ്റെ മാതിരി ആൾക്കാരെ മേത്തെല്ലാം അടിച്ചുകൊണ്ട് അക്രമവാസനകളോടുകൂടി നടക്കുന്നവനെല്ലാം ദണ്ഡും കൊണ്ട് നടക്കലേ ഉള്ളൂ. അതൊന്നും സന്യാസമാവില്ല. 18 ഇവിടെ ഇന്നത് കിട്ടും എന്ന പ്രതീക്ഷയില്ലാതെ, ഇന്ന വീട്ടിൽ കയറിയാൽ നല്ലത് കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട. അതില്ലാതെ കാണുന്ന 7 വീട്ടിൽ കയറിയിട്ട് വീട് നോക്കിക്കയറരുത്. പോന്ന വഴിക്ക് നിരപ്പിൽ ഒരു 7 വീടുണ്ടെങ്കിൽ 7 വീട്, ഒരു ദിവസത്തേക്ക് 7 വീടാണ് പറഞ്ഞിരിക്കുന്നത്. 7 വീട് കയറിയിട്ട് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ചിക്കൻ ഫ്രൈ ആയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. ഗ്രാമത്തിന് 19 ഗ്രാമത്തിന് പുറത്ത് പോയിട്ട് കുളങ്ങളിൽ കുളിച്ചിട്ട് മൗനിയായി ഭിക്ഷ ലഭിച്ച അന്നത്തേത് ശുദ്ധമാക്കിയെടുത്തിട്ട്, കിട്ടുന്ന ഭിക്ഷ ചിലപ്പോൾ ശുദ്ധമൊന്നും ആയിരിക്കില്ല, അതെല്ലാം ശുദ്ധമാക്കിയെടുത്തിട്ട് ബ്രഹ്മ, വിഷ്ണു, സൂര്യൻ, മറ്റ് പ്രാണികൾ ഇങ്ങനെ 4, 5 വീതിച്ചിട്ട് അവർക്ക് കൊടുക്കണം. ബ്രഹ്മത്തിനായിട്ട് അർപ്പിക്കുക, വിഷ്ണുവിനായിട്ട് അർപ്പിക്കുക, സൂര്യനായിട്ട് അർപ്പിക്കുക, മറ്റ് ജീവജാലങ്ങൾക്കായിട്ട് അർപ്പിച്ചിട്ട് ബാക്കി വരുന്ന ഭക്ഷണം ഭക്ഷിക്കണം. ഈ കിട്ടിയെന്നാണ് 4 ആക്കി തിരിച്ചിട്ട് ഒരു ഭാഗം എടുക്കാം, 5 ആക്കിയിട്ട് 4 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മ, വിഷ്ണു, സൂര്യൻ, മറ്റ് പ്രാണികൾ.
ഇത് ബാക്കി വരുന്നതാണ് ഒരന്നം പോലും നഷ്ടപ്പെടുത്താതെ കഴിച്ചോളണം എന്ന് പറയുക. എല്ലാം നഷ്ടപ്പെടുത്തില്ല, പിന്നെ എന്താണ് ഉണ്ടാവുക? 20 ഏകാഗ്രിയായി ഇന്ദ്രിയങ്ങളെ അടക്കി രാഗരഹിതനായി ആത്മാരാമനായി ആത്മാവിൽ സന്തോഷവാനായി എല്ലാറ്റിനെയും ഒന്നായി കണ്ട് ഈ അവസ്ഥയിലെത്തുമ്പം കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഈ ലോകത്തിൽ അങ്ങനെ സഞ്ചരിക്കണം, ഈ ലോകത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക, കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ബ്രാഹ്മണനില്ല, ക്ഷത്രിയനില്ല, വൈശ്യനില്ല, ശൂദ്രയില്ല, പുരുഷനില്ല, സ്ത്രീയില്ല. ഇത് സന്യാസമായിട്ടാണ് ഞാൻ പുരുഷനില്ല, സ്ത്രീയില്ല, ആർത്തവമുള്ള സ്ത്രീയില്ല, ആർത്തവമില്ലാത്ത സ്ത്രീയില്ല, എല്ലാം ബ്രഹ്മം. പട്ടിയില്ല, പൂച്ചയില്ല, എല്ലാം ബ്രഹ്മമായിട്ട് കാണണം. എന്നിട്ട് സഞ്ചരിക്കണം. സന്യാസി ഏകാന്തവും, എന്നിട്ട് എവിടെ പോകണം? ഏകാന്തമായ സ്ഥലത്ത്, ഉപദ്രവമില്ലാത്ത സ്ഥലത്ത് ഇരുന്നു കൊണ്ട് എന്നെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധമായ മനസ്സോടെ എന്നോട് ചേർന്ന് ആത്മാവിനെ ചിന്തിക്കുക. എന്നിലെ ആത്മാവിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും ആ ആത്മാവിനെ എന്നെ ചിന്തിച്ചുകൊണ്ട് കഴിയുക. തത്വവിചാര ചിന്തയാൽ ആകെ തത്വവിചാരം എന്താണ് വേണ്ടത്? എൻ്റെ ബന്ധനത്തിനുള്ള കാരണവും മോക്ഷത്തിനുള്ള കാരണവും എന്താണെന്ന് ചിന്തിച്ചിട്ട് എന്താണ് ബന്ധനത്തിൽ അകപ്പെടുത്തുന്നത്, എന്താണ് മോക്ഷത്തിന് സഹായിക്കുന്നത് എന്ന് തത്വചിന്ത പ്രകാരം വേദം പറയുന്ന തരത്തിൽ ചിന്തിച്ചിട്ട് ഇന്ദ്രിയ വിഷയങ്ങളാണ് ബന്ധത്തിന് കാരണമെന്നും ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ മോക്ഷമെന്നുള്ള സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബന്ധുക്കളെയെല്ലാം വിട്ടെറിഞ്ഞ് പോയത്. ഇനി 23. ആയതിനാൽ മുനി കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ 6 ശത്രുക്കളെ ജയിച്ചിട്ട് അല്പങ്ങളായ വിഷയസുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങളെ, അത് അല്പമാണെന്ന് പറയുകയാണ്, വിരക്തനായിട്ട് അവൻ ബ്രഹ്മസന്യാസത്തിന് പോകുന്നതിന് വിരക്തി വരണം. ഈ ലോകമായിട്ടൊരു ബന്ധവും പാടില്ല. എന്നോടുള്ള ഭക്തിയാൽ സുഖം പ്രാപിച്ചവനായി സഞ്ചരിക്കണം. ഭക്തിയിൽ നിന്ന് കിട്ടുന്ന സുഖം, അത് ആ ശ്രീഹരിയിൽ തന്നെ മനസ്സർപ്പിക്കുമ്പോഴുള്ള സുഖവുമായിട്ട് സഞ്ചരിക്കണം. പട്ടണം, ഗ്രാമം, ഗോശാല ഇവകളിലൂടെയെല്ലാം ഭിക്ഷക്കായിട്ട് മാത്രം യാത്രകരുടെ കൂട്ടത്തിൽ ഭിക്ഷ കിട്ടണമെങ്കിൽ ആൾക്കാരുടെ അടുത്ത് കൂടിയല്ലേ പറ്റും. അപ്പം ആള് കൂട്ടുന്നിടത്ത് ഭിക്ഷയ്ക്ക് വേണ്ടി പോകാം, അല്ലാതെ ആൾക്കൂട്ടത്തിലൂടെ പോയിക്കൂടാ. പിന്നെ പുണ്യദേശങ്ങൾ, പുണ്യനദികൾ, പുണ്യപർവ്വതങ്ങൾ, വനങ്ങൾ, പുണ്യ ആശ്രമങ്ങൾ ഇവകളിലൂടെ ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു പോകുക. ഒരിക്കലും തങ്ങരുത്. പാപരഹിതമായ ശീലം എന്ന വൃത്തിയാൽ സമ്പാദിച്ച വാനപ്രസ്ഥക്കാരുടെ അന്നത്തിൽ ചിത്തം ശുദ്ധമാക്കി മോഹമില്ലാതെ ഇരുന്നാൽ ഉടൻ മോക്ഷം പ്രാപിക്കാം. അതിനാൽ വാനപ്രസ്ഥക്കാരുടെ വീട്ടിലേക്ക് വീണ്ടും വീണ്ടും ഭിക്ഷക്കായി ചെല്ലണം. വാനപ്രസ്ഥം സ്വീകരിച്ചവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. എന്തിന്? ഭക്ഷണത്തിനായിട്ട്. കാരണം അവിടെ വാനപ്രസ്ഥക്കാരൻ കിഴങ്ങും എന്തെങ്കിലും അതാത് ദിവസത്തെ കിട്ടുന്നതാണ് എടുത്ത് ജീവിക്കുന്നത്.
കിഴങ്ങോ പഴമോ ഇവിടെ നിന്നെല്ലാം കിട്ടിയത് അത് തന്നെ പിന്നെ അവർ നാളാക്കായിട്ട് വീതിക്കുകയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊടുക്കും. ഈ കിഴങ്ങും പഴവും അല്ലെങ്കിൽ കിഴങ്ങെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടില്ലേ, പൊടിച്ച് വെച്ചതല്ല. അപ്പോൾ അതിനാണ് ശിലം എന്ന് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം പിന്നെ വേഗം തരും. അതുകൊണ്ട് അടിക്കടി വാനപ്രസ്ഥക്കാരുടെ താമസ സ്ഥലത്ത് വീണ്ടും വീണ്ടും ഭിക്ഷയായിട്ട് ചെല്ലാം. അല്ലാതെ വീട്ടിൽ പോയാൽ മറ്റേ മസാലയെല്ലാം ഇട്ടതായിരിക്കും. അതുകൊണ്ട് നല്ലത് വാനപ്രസ്ഥക്കാരെവിടെയും ഉണ്ടെങ്കിൽ അവരടുത്ത് പോയി അവർക്ക് കിട്ടുന്നത് വാങ്ങുന്നതാണ് നല്ലത്. നേരിൽ കാണുന്ന മൃഷ്ടാന്നം എവിടെ നിന്നാണ് കിട്ടുക? വീട്ടിൽ പോയാലാണ് അവർ ചിലവർ നല്ല മൃഷ്ടാന്നം നല്ലോണം എടുത്തു പോകും. അതെല്ലാം നശിച്ചു പോകുന്നതാണ്, നമ്മളെ തന്നെ നശിപ്പിക്കും. പിന്നെയോ അതിനാൽ അതിനെ സത്യമായി കാണരുത്, അത് നല്ലതായിട്ട് കാണരുത്. വീട്ടിലെല്ലാം പോയാൽ കിട്ടുന്നത് കുറച്ച് നല്ല മസാലയെല്ലാം ഇട്ട് എല്ലാം വെച്ച സാധനങ്ങളായിരിക്കും. അതിനെ ആ മൃഷ്ടാന്നത്തെ നശിച്ചു പോകുന്നതായിട്ട് കാണണം, നമ്മളെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് അത് സത്യമായി കാണരുത്. പിന്നെ വാനപ്രസ്ഥക്കാരൊക്കെ ഇല്ലെങ്കിൽ ഇവരടുത്ത് പോയല്ലേ പറ്റും. അതുകൊണ്ട് പോകാം, പക്ഷെ അതൊരു നശിച്ചു പോകുന്ന സാധനങ്ങളായിട്ട് കാണണം. ഇഹലോകത്തിലും പരലോകത്തിലും ബന്ധനത്തിനായിരിക്കുന്ന ജീവിതത്തെ ആഗ്രഹിക്കാതെ ഇത്തരങ്ങളിൽ കാര്യങ്ങളിൽ നിന്നും വിരമിക്കണം. ഇതെല്ലാം ഇഹലോകം പരലോകത്തിലെല്ലാം ബന്ധനമുണ്ടാക്കുന്നതാണ്. വീട്ടുകാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടുകാർ നല്ലത് തരുമ്പോൾ നമുക്ക് അവരോടൊരു ബന്ധം, ഒരു സ്നേഹം എന്തെല്ലാം തോന്നിപ്പോകും. അതുകൊണ്ട് ഇതെല്ലാം ബന്ധനത്തിനിടപെടും. അയ്യോ എത്ര നല്ല ആൾക്കാർ, അവർ പിടിച്ചു വരുത്തി തരികയാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞു. അതുകൊണ്ട് നല്ലത് വാനപ്രസ്ഥത്തിൻ്റെ അടുത്ത് അവരെ ഭക്ഷണത്തിന് പോകുന്നത് തന്നെയാണ്. ഇനി 27, ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ചിന്തയിലൂടെ ഉണ്ടാകുന്ന ഈ ലോകം മായയാണെന്ന് ധരിച്ച്, ഞാൻ എൻ്റേത് എന്ന ലോകമാണ് മായാലോകം. അപ്പം അങ്ങനെ ഉണ്ടായതാണ് ഈ ലോകം, അത് മായയാണെന്ന് ധരിച്ച് അതിനെ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ഈ ലോകത്തെ കണ്ട് വീണ്ടും അതിനെ സ്മരിക്കരുത്. അതായത് സന്യാസിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ പണ്ട് ഞാനിങ്ങനെ ഭാര്യയും മക്കളും എല്ലായിട്ട് ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെ ചിന്തയൊന്നും പാടില്ല. കഴിഞ്ഞതിനെ പറ്റിയൊന്നും ചിന്തിക്കരുത്. 28, വൈരാഗ്യം വന്നാൽ മോക്ഷം പോലും ആഗ്രഹിക്കരുത്. ഒരാഗ്രഹവും പാടില്ല. എന്ന് പറഞ്ഞാൽ സന്യാസിക്കുമ്പോൾ എനിക്ക് മോക്ഷം കിട്ടണം, ആ ആഗ്രഹം പോലും പാടില്ല. എൻ്റെ ഭക്തനായിട്ട് ആശ്രമധർമ്മങ്ങളിൽ പോലും രാഗം വിട്ട് സഞ്ചരിക്കണം. ആശ്രമധർമ്മങ്ങളൊന്നും ചിന്തിക്കാതെ എന്നെ മാത്രം ചിന്തിച്ച് നടക്കുക. മോക്ഷം പോലും ചിന്തിക്കുന്ന എന്നെപ്പറ്റി, ആ ശ്രീഹരി ബ്രഹ്മത്തെ പറ്റി. 29, വിവേകിയാണെങ്കിലും ബാലനെപ്പോലെ മാനോഭിമാനരഹിതനായി കഴിയണം. നല്ല വിവേകമുള്ളവനാണെങ്കിലും ആൾക്കാർ നോക്കുമ്പോൾ ബാലനെപ്പോലെ മാനോ അഭിമാനം ഇല്ലാത്തവനായിട്ട് കാണണം. ബാലൻ എന്ന് പറഞ്ഞാൽ ഉടുതുണി പോലും ഇല്ലാത്ത പോലെ, മാനവ അഭിമാനമൊന്നും ഇല്ലാതെ പോലെ നടക്കണം. സമർത്ഥനാണെങ്കിലും ജഡം പോലെ ഫലത്തിൽ ആഗ്രഹമില്ലാത്തവයි അലയണം. നല്ല കഴിവുള്ളവനാണ്, അധ്വാനിച്ചൊക്കെ നേടാൻ പറ്റും, അതൊന്നും പാടില്ല. ജഡം പോലെ, ചത്ത ശരീരം പോലെ അലയണമെന്നാണ് പറയുന്നത്. പണ്ഡിതനാണെങ്കിലും ഭ്രാന്തനെ പോലെ സംസാരിക്കണം. പണ്ഡിതനാണെങ്കിലും ഭ്രാന്തനെ പോലെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നതെന്ന് പറയും, ഓ അവനെ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അവന്മാർ മാറിക്കോളും.
ഇതാണ് ഭ്രാന്തൻ്റെ ലക്ഷണം പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടാൽ നമുക്ക് ഭ്രാന്തനെ പോലെ നോക്കും, കുളിക്കുകയും മണിക്കുകയും മുടിയെല്ലായിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്, പരിസരബോധമില്ല. അപ്പം ഭ്രാന്തനാണ് പോകും, ആരും അടുത്ത് കൂടില്ല. ഇതിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് നമ്മൾ ഈ നടക്കെല്ലാം മേളകളെല്ലാം കണ്ടില്ലേ, കുടുവസ്ത്രവും കഴിച്ചിട്ട് ശിവൻ്റെ ശൂലവും മാരിയെല്ലാം എടുത്തിട്ട് എന്തല്ലോ ഭ്രാന്തൻ കളിയെല്ലാം കളിക്കുന്നത്. ഇവിടെ ഭ്രാന്തൻ കളി കളിക്കുന്നത് ആരും അടുത്ത് വരാതിരിക്കുകയാണ്. ഇത് ആളെ കൂട്ടത്തിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ച് തീറ്റി കളി കളിക്കുന്നത്. കൂട്ടം കൂടാനും പാടില്ല, ഒറ്റക്ക് നടക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. വേദാർത്ഥങ്ങളെ അറിയുന്നവനാണെങ്കിലും വേദം പഠിച്ച പണ്ഡിതനാണെങ്കിലും നിയമരഹിതനെ പോലെ അനുഷ്ഠാനം ചെയ്യണം. ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ വേദ പണ്ഡിതനാണ്, പക്ഷേ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ മണ്ടത്തരങ്ങളാണ് തോന്നുന്നത്. ഇവരെന്തെന്നാ ഈ കാട്ടിക്കൂട്ടുന്നത്? പക്ഷേ വേദം മുഴുവൻ അറിയുന്നവൻ. അവൻ ജനം കാണുമ്പോൾ ഒരുതരം നിർവിഷ്ട ജീവി, അതുകൊണ്ട് പിന്നെ ആരും അങ്ങോട്ടേക്ക് പോവില്ല. ഇതിനു വേണ്ടിയാണിത്. പക്ഷെ അതിനെ ഇന്ന് കച്ചവടമായിട്ട് ഉപയോഗിക്കുകയാണ്. 30 കർമ്മകാണ്ഡ വിഷയങ്ങളിൽ വാദപ്രതിവാദത്തിനൊന്നും നടക്കരുത്. കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും വാദപ്രതിവാദത്തിനൊന്നും പോയി നടക്കരുത്. ശ്രുതി സ്മൃതി ഇതിന് വിധേയമായ ആചാരങ്ങൾക്ക് എതിരായിരിക്കരുത്. ശ്രുതി സ്മൃതി എന്നെല്ലാം പറയുന്നത് ആ നാട്ടിൽ അന്നുള്ള ആചാരങ്ങൾ, ആ ആചാരങ്ങൾക്ക് എതിരായിട്ട് നിൽക്കരുത്. എതിരായി നിൽക്കുമ്പോൾ അവിടെ നിന്ന് എതിർപ്പ് വരും, പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം. അവരെന്തോ ചെയ്തോട്ടെ, ജനം എന്ത് കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും അതിനെ നോക്കരുത്. അതവരവരുടെ ഇഷ്ടം. നമുക്കിതിലൊന്നും പങ്കില്ല എന്ന് വെച്ച് പോകണം. അല്ല നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സന്യാസമൊന്നുമില്ല. യുക്തി വെച്ച് വാദിക്കാൻ പോകരുത്. ആരെങ്കിലും അവിടെ നിന്ന് മണ്ടത്തരം കാണിക്കുന്നുണ്ട്, അവിടെ ചെയ്തോട്ടെ. അത് മിഥ്യാലോകം, മായാലോകം. പ്രയോജനമില്ലാത്ത വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. ഒരു ഗുണമില്ലാതെ വാദപ്രതിവാദത്തെ കൊണ്ട് നമ്മളെന്തിനാ തലയിടുന്നത്? ഇനി ഭയരഹിതനായിരിക്കുക. 31 ഭയക്കാൻ പാടില്ല. ഭയക്കരുത്, മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്യരുത്. ഇതാണ് ഇന്ന് മേളയിൽ കാണുന്നത്. ആവേശവും കിട്ടിയിട്ട് ആൾക്കാരെ ഭയപ്പെടുത്താൻ നടക്കുകയാണ്. ചില മേളകളിൽ കാണുന്നതാണ്. ഉടുതുണിയില്ലാതെ ആൾക്കാരെ ഭയം ജനിപ്പിക്കുന്ന തരത്തിൽ നടക്കുക, മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത്, ചീത്ത വാക്കുകൾ സഹിക്കുക. ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ സഹിച്ചോളുക, ആരെയും അപമാനിക്കരുത്. ഈ ശരീരത്തിനായി മൃഗം പോലെ ആരോടും വിദ്വേഷമരുത്. ആളോട് വിദ്വേഷം കാണിക്കുന്നത് മൃഗശരീരത്തിന് തുല്യമാണെന്നാണ്, മൃഗങ്ങൾക്ക് സമാനമാണെന്നാണ് പറയുന്നത്. കാരണം 32 പരമാത്മാവ് ഒന്ന് മാത്രം. കാരണം ഈശ്വരൻ ഒന്നേയുള്ളൂ, അതുതന്നെ എല്ലാറ്റിലും ഇരിക്കുന്നു. എന്നിലുള്ളതും നിന്നിലുള്ളതും ഈ കാണുന്നതിലെല്ലാം ഉള്ളത് ആ പരമാത്മാവാണ്, അവനേകനാണ്. അപ്പം പിന്നെ അവനെ കുറ്റം പറയുന്നതിൻ്റെ കാര്യമുണ്ടോ? ഇന്നത്തുള്ള ആത്മീയവാദികൾക്ക് അന്യമതങ്ങളെ തെറി പറയലാണ് പരിപാടി. വലിയ ആത്മീയ ഗുരുവാണെന്നെല്ലാം നടിക്കും, സന്യാസി വര്യന്മാരാണെന്നെല്ലാം പറയും. എന്നിട്ട് മറ്റുള്ള മതങ്ങളെ കുറ്റം പറയും. വാടാ, ശരിയാക്കി തരാടാ, നീ ഇങ്ങോട്ട് വാടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ. കാരണം പരമാത്മാവ് ഒന്ന് മാത്രം, അത് തന്നെ എല്ലാറ്റിലും ഇരിക്കുന്നു. കൂടാതെ
പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാ ശരീരവും നിർമ്മിച്ചത്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സന്യാസധർമ്മം എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മതം എന്നൊരു വാക്ക് തന്നെ ഉപയോഗിക്കരുത്. എല്ലാവരും സഹോദരർ, ഒരേ ബ്രഹ്മമാണ്. എന്നിട്ടാണ് ഈ മതങ്ങൾ ഇരുന്നിട്ട് തെറി പറയുന്നത്. അവർ പറഞ്ഞോട്ടെ, അതാണ് അവരുടെ അജ്ഞത. അതാണ് ഇവിടെ പറഞ്ഞത്, ചീത്ത വാക്കുകൾ സഹിക്കുക. അവരെന്തെങ്കിലും പറയുന്നുണ്ട്, അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. കാരണം അവരും ശ്രീഹരി തന്നെയാണ് അവരായിട്ട് വന്നിരിക്കുന്നത്. 33 ധൈര്യവാനായി അതാത് കാലത്തെ ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും ദുഃഖിക്കരുത്. ചില സീസൺസിൽ ഭക്ഷണം കിട്ടാതെ വരും, വരൾച്ച കാലഘട്ടങ്ങളിലെല്ലാം. ദുഃഖിക്കരുത്. ആഹാരം ലഭിച്ചാൽ സന്തോഷിക്കുകയും വരുത്. എവിടെ നിന്നും കിട്ടിയ നല്ലൊരു ഭക്ഷണം പാടില്ല. കാരണം ലഭിക്കുന്നതും ലഭിക്കാത്തതും ഭാഗ്യം പോലെ ഇരിക്കും. അതിന് ഭാഗ്യം പോലെ ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടില്ല. മലയിലിരിക്കുന്ന മലമ്പാമ്പ് അങ്ങനെ കിടക്കും. ഭാഗ്യത്തിനൊന്ന് വന്ന് കയറിയാൽ പിടിച്ചു തിന്നു, ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. അതുപോലെ ആയിരിക്കണം. 34 പറയാണ്, പ്രാണനെ നിലനിർത്തുന്നതാണ് ഭക്ഷണം. പ്രാണനാണ് തത്വജ്ഞാനം നൽകുന്നത്. അതാണ് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനം ഉണ്ടാക്കിയിട്ട് നമ്മിൽ അതിനു വേണ്ടിയുള്ള വിരക്തി ഉണ്ടാക്കുന്നു. അപ്പം നമുക്ക് വിരക്തി ഉണ്ടാകണമെങ്കിൽ പ്രാണം വേണം. പ്രാണം വേണമെങ്കിൽ ഭക്ഷണം വേണം. അപ്പം ഭക്ഷണം വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കുക തന്നെ വേണം. ജീവൻ നിലനിർത്തണം. ആഹാരം വേണം. അതിനാൽ ശ്രേഷ്ഠമോ 35 നീചമോ നോക്കാതെ യാദൃച്ഛികമായി സ്വയം ശ്രമിക്കാതെ, അതുകൊണ്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല, യാദൃച്ഛികമായി സ്വയം ശ്രമിക്കാതെ ലഭ്യമായത് ഉണ്ണണം. ജീവൻ നിലനിർത്താൻ ഉണ്ണണം. പക്ഷേ ലഭിക്കും, ആരെങ്കിലും കൊണ്ട് തരും. അല്ലെങ്കിൽ വീണ് കിടക്കുന്നതെല്ലാം എടുക്കാം. അധ്വാനിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെടിയെല്ലാം നട്ടു വളർത്തി, അല്ലെങ്കിൽ കാറും പിടിച്ച് സിറ്റിയിൽ പോയി വാങ്ങിക്കൊണ്ടാന്ന് അപ്പരിപാടിയൊന്നും വേണ്ട. ചെടികളിൽ നിന്ന് കിട്ടും. അതുപോലെ വസ്ത്രവും ശയനവും ലഭിച്ചത് അനുഭവിക്കുക. വസ്ത്രങ്ങൾ നമുക്കിപ്പോൾ ഭക്ഷണം കിട്ടുന്നിടത്തുനിന്ന് കിട്ടും. വേറെ വീട് കിട്ടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും തരുമെങ്കിൽ കഴിക്കുക. ഇനിയോ വസ്ത്രവും, ആരെല്ലാം കളഞ്ഞ വസ്ത്രം, അല്ലെങ്കിൽ തറയെ നോക്കിയാൽ തന്നെ എത്ര വസ്ത്രങ്ങളുണ്ടാകും, കീറിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ. അത് ധാരാളമല്ലേ. ഇതൊന്നും മറക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ കിടന്നുറങ്ങാനാണെങ്കിൽ തറയിൽ ഇഷ്ടംമാതിരി തറയിൽ കിടക്കണമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടംമാതിരി തറയുണ്ട്. ഈശ്വരനായ ഞാൻ, 36 പറയുകയാണ് കൃഷ്ണൻ, ഈശ്വരനായ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ ചെയ്യുന്നു? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എന്തെല്ലോ ചെയ്യുന്നു. അതുപോലെ ജ്ഞാനിയും ശൗചം, ആചമനം, സ്നാനം മുതലായ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. വിധിയായിട്ട് കാണരുത്. എൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ രാവിലെ പല്ല് തേക്കുന്നത് എൻ്റെ വിധിയാണ്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല്ല് തേക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്ക് തോന്നിയാണ് ഒന്ന് പല്ല് കഴിച്ചാൽ അത് തേച്ചോ, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഒരു വിധി പോലെ, ഒരു ചടങ്ങ് പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വിശക്കുമ്പോൾ ആരെങ്കിലും തരുമ്പം തിന്നാൽ മതി. അല്ലാതെ രാവിലെ ഇത്ര മണിക്ക് കഴിക്കണം, ഉച്ചയ്ക്ക് ഇത്ര കഴിക്കണം, അങ്ങനെയൊന്നും ഒരു ചിട്ടയൊന്നും വേണ്ട. ഒരു ചിട്ടയും വേണ്ട. കൃഷ്ണൻ
ഞാൻ എനിക്ക് തോന്നുന്ന മാതിരി ചെയ്യുന്ന, അല്ലാതെ ആരും നിയമമൊന്നും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല എന്നുള്ള നിലയിലാണ് കൃഷ്ണൻ പറഞ്ഞത്. ആ നിലയിൽ, അതായത് ശ്രീഹരിയാണ്, കൃഷ്ണനല്ല, ശ്രീഹരി. അതുപോലെ നമ്മളും മനസ്സിൽ തോന്നാരത്തിൽ വേണമെങ്കിൽ എന്തോ ചെയ്യാം, അല്ലാതെ ഒരു ചടങ്ങായിട്ടൊന്നും വിധിയായിട്ടൊന്നും ചെയ്യരുത്. കാരണം ജ്ഞാനിക്ക് ഭേദഭാവമില്ല. ജ്ഞാനിക്ക് ഭേദഭാവമില്ല, രണ്ടാണെന്നുള്ള തോന്നലില്ല. അതായത് ജാതി മത ചിന്തകളൊന്നും പാടില്ല. ദേശചിന്തകൾ, ആണ് പെണ്ണ്, ഇങ്ങനത്തെ ഒരു ചിന്തയും മനുഷ്യരും മൃഗങ്ങൾ, ഇതൊന്നും, ജീവനുള്ളത് ജീവനില്ലാത്തത്, ഇതൊന്നും പാടില്ല. ആ ഭേദബുദ്ധി എൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ഇല്ലാതായി. ഇത്തരം ഭേദബുദ്ധികൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഞാനുമായിട്ട് ചേരുമ്പോൾ. അപ്പം ഞാനുമായിട്ട് ചേരണ്ടെങ്കിൽ ഭേദബുദ്ധി കളഞ്ഞേ പറ്റൂ. ഈ ദേഹം നശിക്കുന്നത് വരെ ചിലപ്പോൾ ഭേദബുദ്ധി ഉണ്ടാകാം. പക്ഷെ നമുക്കൊന്നും പെട്ടെന്നൊന്നും ഭേദബുദ്ധിയൊന്നും ഇല്ലാതാകില്ല. കുറച്ചു കാലങ്ങളിൽ ശരീരം നശിക്കുന്നവരെ ചിലപ്പോൾ ചെറിയ ഭേദബുദ്ധിയെല്ലാം ഉണ്ടാകാം. നശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എല്ലാം നിർഗുണമായ ആ ഈശ്വരനിൽ, ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പിന്നെ എന്തില്ല? 100% സത്യമായ ബ്രഹ്മമേ ഉള്ളൂ, ഭേദമില്ല. ഭാവിയിൽ 38. ഭാവിയിൽ ദുഃഖകാരണമായ ആഗ്രഹം വെറുത്തവനും ആഗ്രഹങ്ങളില്ലാത്തവനും എൻ്റെ ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനും ബുദ്ധിമാനും മനനശീലനുമായ ഒരു ഗുരുവിനെ ആശ്രയിക്കുക. നമ്മളെന്ത് വേണം? ഒരു ഗുരുവിനെ ആശ്രയിക്കണം. അയാൾക്ക് ഭാവങ്ങളൊന്നും ഉണ്ടാകാതെ ആഗ്രഹത്തിൽ നിന്നെല്ലാം വിട്ട് എൻ്റെ ധർമ്മമനുസരിച്ച്, അതായത് ആ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗുരുവിനെ, നമ്മളെ ശൈലി മുന്നോട്ടേക്ക് പോയ ഒരു ഗുരുവിനെ, നമ്മളിന്ന് ഏത് പാതയിലൂടെയാണോ പോകുന്നത് ആ പാതയിൽ കൂടി മുന്നേറിയ ഗുരുവിനെ സ്വീകരിക്കണം, ആശ്രയിക്കണം. എന്നിട്ട് 39 പറയുന്നു, ആ ഗുരുവിനെ ഈശ്വരനായി കാണണം. അത് ഈശ്വരനായി കാണുക. അസൂയയില്ലാത്ത ശ്രദ്ധയോടെ, ഭക്തിയോടെ ബ്രഹ്മത്തെ അറിയുന്നവരെ, നമ്മൾ ബ്രഹ്മം എന്താണ്, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്, ആ ജ്ഞാനം നേടുന്നത് എന്താണ് ബ്രഹ്മം, ആ ബ്രഹ്മത്തെ അറിയുന്നത് വരെ വളരെ ആദരവോടെ ആ ഗുരുവിനെ ശുശ്രൂഷിക്കണം. അപ്പം ഗുരുവിനെ എന്തിനാണ് നമ്മൾ നേടുന്നത്? ഒരു നിർഗുണമായ ബ്രഹ്മമുണ്ട്, ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയം പോയിക്കോളണം. 40-41 കാമക്രോധാദികൾ ജയിക്കാത്ത അധികം ആഗ്രഹമുള്ള ബുദ്ധിയോടുകൂടിയ, ആഗ്രഹങ്ങളുള്ള ബുദ്ധിയോടുകൂടിയ, അധികമായ ആഗ്രഹങ്ങളുള്ള ബുദ്ധിയോടുകൂടിയ, ജ്ഞാനം വൈരാഗ്യം ഇവ ഇല്ലാത്ത, ജ്ഞാനവുമില്ല വൈരാഗ്യവും വന്നിട്ടില്ല, അങ്ങനെയുള്ള ഇല്ലാത്തവനും സന്യാസത്തെ ആശ്രയിച്ചാൽ, ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്തവനെ സന്യാസത്തെ ആശ്രയിച്ചാൽ അവരെന്താണ് ചെയ്യുന്നത്? ദേവന്മാരെയും അവനവനെ തന്നെയും അവനവനിലുള്ള എന്നെയും, അതായത് കൃഷ്ണനെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കാമക്രോധങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹമുള്ള ബുദ്ധിയാണ്, ജ്ഞാനവുമില്ല, വൈരാഗ്യവും വന്നിട്ടില്ല.
ഈ ലോകത്തോട് വൈരാഗ്യവും വന്നിട്ടില്ല. അങ്ങനെയുള്ളവൻ സന്യാസത്തെ ആശ്രയിച്ചാൽ അവനെ തന്നെയും അവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെയും എല്ലാമാണ്, കൃഷ്ണനെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ആശാപാശം വിടാതെ, ആശ കൊണ്ടാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ബന്ധനത്തിലകപ്പെടുന്നത്. അത് വിടാതെ അവൻ ഈ ലോകത്തിലും പരലോകത്തിലും ഭ്രഷ്ടനായിത്തീരുമെന്ന് പറയുകയാണ്. അപ്പം ആത്മീയതയിലേക്ക് തിരിയുന്നവര്, ഈശ്വരഭക്തിയിൽ തിരിയുന്നവര് ഒന്നാമത്തെ ഈ ആഗ്രഹങ്ങളെല്ലാം വിടണം, എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കണം. സന്യാസിക്ക് മനനിയന്ത്രണവും അഹിംസയുമാണ് പ്രധാനം. വാനപ്രസ്ഥക്കാരന് തപസ്, അതായത് തത്വങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ശ്രമം, ആത്മവിചാരം, ആത്മാവെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം, ഇതാണ് വാനപ്രസ്ഥക്കാരന് പ്രധാനം. അപ്പം വാനപ്രസ്ഥത്തിൽ തപസ് വേണം, സത്യം മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കണം, ആത്മാവെന്താണെന്നുള്ള ആത്മതത്വം ഗ്രഹിക്കാൻ ശ്രമിക്കണം. ഗൃഹസ്ഥാശ്രമിക്ക് യാഗങ്ങൾ, കർമ്മങ്ങൾ ചെയ്യും, പ്രാണികളെ രക്ഷിക്കുകയുമാണ് ധർമ്മം. ബ്രഹ്മചാരിക്ക് ഗുരു ശുശ്രൂഷയും മുഖ്യധർമ്മമാണ്. ബ്രഹ്മചാരിക്ക് ഗുരുവിനെ ശുശ്രൂഷിച്ചിട്ട് വിദ്യ നേടുക. 43. ഋതുകാലത്തിൽ സ്വഭാര്യയോടുള്ള രമിക്കുന്നതും ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യം, തപസ്, ശൗചം, സന്തോഷം, പ്രാണി സ്നേഹം, ഇവ മുഖ്യധർമ്മങ്ങളാണ്. എല്ലാവർക്കും തന്നെ ഋതുകാലങ്ങളിൽ ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്. സ്വഭാര്യയോടൊത്തുള്ള രമിക്കുന്നത്, അപ്പം അതും വിധിച്ചിട്ടുണ്ട്. എപ്പോൾ? ഗൃഹസ്ഥാശ്രമിക്ക്. ഇപ്പം പൊതുവായിട്ടുള്ള കാര്യമാണ്. ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ സ്വഭാര്യയോട് രമിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട്, കുട്ടികളെ ആവശ്യമുണ്ട് സമൂഹത്തിന്. ബ്രഹ്മചര്യ ആവശ്യമുണ്ട്, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കണം. തപസ്, ജ്ഞാനം നേടാൻ ശ്രമിക്കണം, തത്വങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സന്തോഷത്തോടു കൂടി ഇരിക്കണം, എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കണം. പ്രാണികളോടെല്ലാം, എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം വേണം. ഇവയെല്ലാം എന്താണ്? മുഖ്യധർമ്മമാണ്. ഇതെല്ലാവർക്കും ഉള്ള ധർമ്മമാണ്. എല്ലാവർക്കും എന്നെ ഉപാസിക്കുന്നത് പ്രധാന ധർമ്മം. എല്ലാവരും എന്നെയാണ് ഉപാസിക്കേണ്ടത്. അത് ആ ഈശ്വരനെ മാത്രമേ ഉപാസിക്കേണ്ട ആവശ്യമുള്ളൂ. 44. അന്യദേവതകളെ വേറെ ആവശ്യത്തിനായി സേവിക്കാതെ. മറ്റുള്ള ദേവതകളെ ഒന്നും ആശ്രയിക്കാനൊന്നും പോകരുത് കാര്യലാഭത്തിനായിട്ട്. എപ്പോഴും എൻ്റെ ധർമ്മത്തിൽ എന്നെ സേവിക്കുകയും സകല പ്രാണികളിലെയും എന്നെ ദർശിക്കുകയും ചെയ്യുന്നുവോ അവൻ എന്നോട് ദൃഢഭക്തി പ്രകടമാകുന്നു. യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷ്യം ഗുണമെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ഭക്തൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ദേവതകളുടെ പിന്നാലെയൊന്നും ഇന്ന് സാധിപ്പിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് പോകില്ല. എൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും, എന്നെ സേവിക്കും, എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യും, സകല പ്രാണികളിലും എന്നെ ദർശിക്കും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും സ്ത്രീ ആയാലും ആർത്തുള്ളതോ അല്ലാതെ എല്ലോ ആയാലും പട്ടിയായാലും പൂച്ചയായാലും അതിലെല്ലാം എന്നെ ദർശിക്കണം. ഇതാണ് സനാതന ധർമ്മം, ആത്മീയവാദത്തിൻ്റെ അടിസ്ഥാന തത്വം. അവൻ എന്നോട് ഭക്തി, ദൃഢഭക്തി പ്രാപിക്കും. 45. ദൃഢമായ ബുദ്ധിയുള്ള അവൻ, അങ്ങനെ ഉറച്ച ബുദ്ധി,
ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഉറച്ച ബുദ്ധിയുള്ളവൻ, സർവലോകനാഥനും സൃഷ്ടിസ്ഥിതി സംഹാരകനും അതിൻ്റെ എല്ലാം കാരണഭൂതനുമായ എന്നെ, കാരണഭൂതനായ വൈകുണ്ഠവാസനായ എന്നെ പ്രാപിക്കും. അങ്ങനെ ദൃഢബുദ്ധിയോടുകൂടി നിൽക്കുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പ്രാപിക്കും. ഇങ്ങനെ സ്വധർമ്മത്താലുള്ള ശുദ്ധ മനസ്സോടുകൂടി 46 ഇങ്ങനെ സ്വധർമ്മത്താലുള്ള ഈ പറഞ്ഞ ധർമ്മത്താലുള്ള ശുദ്ധ മനസ്സോടുകൂടി എല്ലാ ഐശ്വര്യങ്ങളോടും ജ്ഞാനത്തോടും കൂടി ആത്മസാക്ഷാത്കാരം വേഗത്തിൽ പ്രാപിക്കുന്നതാണ്. എല്ലാ ഐശ്വര്യം തികഞ്ഞതാണ് ഞാൻ. അപ്പം എന്നോടിലേക്കുമ്പോൾ എല്ലാ ഐശ്വര്യവും കിട്ടും, ജ്ഞാനം കിട്ടും. ഞാനാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും കേന്ദ്രം. അപ്പം എന്നോട് ചേരുമ്പോൾ ജ്ഞാനവും കിട്ടും. ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം വേഗത്തിൽ പ്രാപിക്കുന്നതാണ്. വർണ്ണാശ്രമങ്ങൾക്കും വർണ്ണാശ്രമങ്ങൾക്കുള്ള ധർമ്മവും അതെല്ലാം തന്നെ. ആ ധർമ്മം എന്നിൽ കൂടിയല്ലെങ്കിൽ, ഇപ്പം വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ആ ധർമ്മം എന്നിൽ ഭക്തിയോടുകൂടിയെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കും. പക്ഷെ എന്ത് ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്നിലുള്ള ഭക്തിയോടെ ചെയ്യുക. പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യ സമയത്ത് എനിക്കായി കൊണ്ട് പഠിക്കുക, എന്നിൽ ബുദ്ധി അർപ്പിച്ചുകൊണ്ട് പഠിക്കുക, എന്നെ ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. ഗൃഹസ്ഥാശ്രമത്തിൽ എന്നെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, ജോലിക്ക് പോവുക, കല്യാണം കഴിക്കുക, മക്കളുണ്ടാകുന്നത് ആ ശക്തിക്ക് വേണ്ടിയാണ്. ഈ ഒരു ചിന്തയോടുകൂടി പോവുക. വാനപ്രസ്ഥവും സന്യാസവും ഇതെല്ലാം എന്നെ ചിന്തിച്ചുകൊണ്ട് പോകട്ടെ. അങ്ങനെയാണെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്കത് നയിക്കും. ഇത് 48 പറയുകയാണ്, ധർമാനുഷ്ഠാനങ്ങളുടെ പരമഗുരുവിനെ എങ്ങനെ പ്രാപിക്കാം എന്നതിനെപ്പറ്റി എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു.